എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ എളിയ നമസ്കാരം. ഒരു നല്ല ദിനം, ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും. അതോടൊപ്പം ഭഗവാന്റെ സർവശക്തനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം എല്ലാവരിലേക്കും അനുസ്യൂതം പ്രവഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നമുക്ക് ഇന്ന് 6-ാമത്തെ ദശകം വിരാട് സ്വരൂപ വർണ്ണനം, ആ ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം നോക്കാം. അതിനു മുമ്പ് നമുക്ക് 1-ാമത്തെയും 2-ാമത്തെയും ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞു നിർത്തിയതെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് 1-ാമത്തെ ശ്ലോകത്തിൽ പാദങ്ങൾ, അതായത് പാതാളമീശ തവ പാദതലം വദന്തി, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ വിരാട് സ്വരൂപനായ ഭഗവാന്റെ ഉള്ളംകാലിനെ പാതാളമെന്ന് പറയുന്നു. അതുപോലെ കാലിൻ്റെ പുറവടി രസാതലമെന്നും കാലിൻ്റെ 2 നിര്യാണികൾ മഹാതലമെന്നും പറയുന്നു എന്ന് പറഞ്ഞു. 2-ാമത്തെ ശ്ലോകത്തിലാവട്ടെ ചക്രവാണിയായ ഭഗവാനോട് മേൽപ്പത്തൂര് പറയുകയാണ്, തിരുമേനി, അവിടുത്തെ 2 കാൽവണ്ണകൾ തലാതലമെന്നും കാൽ മുട്ടുകൾ സുതലമെന്നും 2 തുടകൾ വിതലം അതലം എന്ന് 2ആണെന്നും ദ്വേ 2ആണെന്നും അരക്കെട്ട് ഭൂലോകമാണെന്നും അതുപോലെ തന്നെ നാഭിപ്രദേശത്തെ ആകാശമെന്നും മാറിടം അല്ലെങ്കിൽ വക്ഷസിനെ സ്വർഗമാണെന്നും പറഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. ഇനി നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. ഗ്രീവാമഹസ്തവ മുഖം ജജനസ്തപസ്തു ഫാലം ചിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപ്യന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തപസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപ്യന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഈ പദങ്ങൾ നോക്കാം. ഗ്രീവ മഹഃ പ്ലസ് തവ, മുഖം പ്ലസ് ച, ജനഃ പ്ലസ് തപ, തപഃ പ്ലസ് തു, ഫാലം ശിരഃ പ്ലസ് തവ, സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈഃ അപി അന്യൈഃ നിബദ്ധവപുഷേ ഭഗവൻ നമഃ തേ. സമസ്തമയസ്യ ജഗത്ത് മയതനോ ജഗന്മയതനോ ജഗത്ത് ആശ്രിതൈഃ ജഗദാശ്രിതൈഃ നിബദ്ധവപുഷേ. മുഖം പ്ലസ് ച മുഖശ്ച എന്ന് പറയുന്നത്. ഗ്രീവ പ്ലസ് മഹഃ പ്ലസ് തവ, ഗ്രീവ മഹസ്തവ. ജനഃ പ്ലസ് തപ പ്ലസ് തപഃ പ്ലസ് തു, ജനസ്തപസ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. തവ ഗ്രീവ മഹഃ, അവിടുത്തെ കഴുത്ത്, ഗ്രീവ കഴുത്താണ്, അവിടുത്തെ കഴുത്ത് മഹർലോകം എന്ന് അറിയപ്പെടുന്നു. ജനഃ ഫാലം തു തപഃ, മുഖം ച, മുഖമാകട്ടെ, മുഖം ജനലോകവും, ഫാലം നെറ്റിത്തടമാണ്, ഫാലം ഫലം, ഒരു ദീർഘം വരുമ്പോൾ വ്യത്യാസം അറിയാം. ഫലം എന്ന് പറഞ്ഞ പഴങ്ങളാണെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ. ഫാലം നെറ്റിത്തടം, അവിടുത്തെ നെറ്റിത്തടമാകട്ടെ തപോലോകവും, സർവസ്വരൂപനായ അവിടുത്തെ സമസ്തമയസ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. സമസ്തമയസ്യ എന്ന് പറഞ്ഞാൽ അവിടുന്ന് സർവ ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്നു, ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവസ്വരൂപനായ അവിടുത്തെ തവ ശിരഃ സത്യം, അവിടുത്തെ ശിരസ് സത്യലോകവുമാകുന്നു എന്ന് പറഞ്ഞു. ഹേ ജഗന്മയതനോ, അതായത് ജഗത്തെല്ലാം അവിടെ നിന്ന് നിറഞ്ഞു നിൽക്കുകയാണ്, ജഗന്മയമാണ് അവിടുന്ന് ജഗത്തെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. അല്ലയോ ജഗദ്രൂപമായ ശരീരത്തോടുകൂടിയ ഭഗവാനെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏവം ജഗദാശ്രിതൈഹി, ഈ ലോകത്തിലുള്ള എല്ലാവരാലും ആശ്രയിക്കപ്പെട്ടിരിക്കുകയാണ്, ജഗത്ത് അവിടുത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. അതാണ് ഏവം ജഗദാശ്രിതൈഹി അന്യൈഹി അപി നിബദ്ധ വപുഷേ തേ നമഃ. ഭഗവാനെ, ഇപ്രകാരം ലോകത്തിലുള്ള മറ്റു വസ്തുക്കളാലും കൽപ്പിക്കപ്പെട്ട ശരീരത്തോടുകൂടിയ നിന്തിരിവടിക്ക് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി സമസ്തമയസ്യ തവ ശിരഃ സത്യം എന്ന് പറഞ്ഞിരിക്കുന്നു. സത്യലോകമെന്ന് അവിടുത്തെ ശിരസ് അറിയപ്പെടുന്നു. ഈ സത്യലോകത്തിന് നമ്മൾ വേറൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതായത് സത്യലോകത്തെ തന്നെയാണ് നമ്മൾ ബ്രഹ്മലോകമെന്നും പറയുന്നത്. അതായത് ബ്രഹ്മലോകത്തിന് എന്താണ് പ്രത്യേകത? അവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, അതായത് ത്രിമൂർത്തികളായ ഭഗവാന്മാരുടെ ആവാസസ്ഥാനമാണതല്ലേ. ഏവം ജഗന്മയതനോ, അതായത് ഇങ്ങനെ ഈ
ജഗന്മയതനം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ജഗത്താകുന്ന ആ വിരാട് ശരീരത്തോടുകൂടിയ ഭഗവാനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിലുള്ള മറ്റു വസ്തുക്കളാലും ഭഗവാന്റെ ശരീരഭാഗങ്ങളെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇപ്പം നമ്മൾ 3 ശ്ലോകങ്ങളെ പറഞ്ഞുള്ളൂ. അതിൽ ഇപ്പോൾ പറഞ്ഞത് അവിടുത്തെ കഴുത്ത് മഹർലോകമാകുന്നു, അങ്ങയുടെ മുഖം ജനലോകമാകുന്നു, അതുപോലെ തന്നെ തപോലോകമാണ് പാലം, നെറ്റിത്തടമാണ് തപോലോകം, അതുപോലെ അങ്ങ് സമസ്തവുമാണ്. ഇനി ജനസ്തപസ്തു ഫാലം, തപോലോകം, നെറ്റിത്തടവും, അതുപോലെ അവിടുത്തെ ശിരസ് സത്യലോകം, അതായത് ബ്രഹ്മലോകവുമാകുന്നു. ബ്രഹ്മലോകം അല്ലെങ്കിൽ സത്യലോകം എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ആവാസസ്ഥാനമാണ് എന്ന്. ഈ ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നു, വിഷ്ണു അത് പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ യഥാസമയം രുദ്രൻ അതിനെ സംഹരിക്കുന്നു. അപ്പോൾ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം അവിടുത്തെ ശിരസ്സിൽ തന്നെയാണല്ലേ. അതല്ലേ സത്യലോകം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്രകാരം ജഗത്താകുന്ന വിരാട് ശരീരത്തോടു കൂടിയ ഭഗവാനെ ഈ ലോകത്തിലുള്ള മറ്റു വസ്തുക്കളാലും ഭഗവാന്റെ ഓരോ ശരീരഭാഗങ്ങളെ, അതായത് ഓരോ അംശങ്ങളെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് വീണ്ടും അടുത്ത ശ്ലോകങ്ങളിലേക്ക് പറയുകയാണ്. ഇവിടെ ജഗദാശ്രിതൈഹി എന്ന് പറഞ്ഞു. ജഗദാശ്രിതൈ എന്ന് പറഞ്ഞാൽ ജഗത്തിന് ആശ്രയമായിരിക്കുന്ന ഭഗവാൻ. അന്യേഹി എന്ന് പറഞ്ഞാൽ മറ്റു വസ്തുക്കൾ, ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി 4-ാമത്തെ ശ്ലോകം നോക്കാം. 4-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് മറ്റ് ശരീരഭാഗങ്ങളെ വർണ്ണിച്ചിരിക്കുന്നത് നോക്കാം. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശാഃ ഉല്ലാസി ജില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. ഇതിലെ പദങ്ങൾ നോക്കാം. ഹേ വിശ്വകന്ദ എന്ന് പറഞ്ഞാൽ വിശ്വകന്ദ ഈശ്വര, വിശ്വകന്ദ, ഛന്ദാംസി കേശവ, ഘനാഹ തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിത ച നേത്രേ. നമുക്കതിലെ ജോയിൻ്റ് വേർഡ്സ് ഒന്ന് നോക്കാം. അതെങ്ങനെ കൂട്ടി എഴുതാൻ നോക്കാം. ത്വത് ബ്രഹ്മരന്ധ്രപദം, ത്വത് ബ്രഹ്മരന്ധ്രപദം, അതായത് ഈശ്വര എന്ന് വിളിച്ചിരിക്കുകയാണ്. ത്വത് ബ്രഹ്മരന്ധ്രപദം ഈശ്വര, ത്വത് ബ്രഹ്മരന്ധ്രപദം ഈശ്വര. അത് രന്ധ്രപദം ഒരുമിച്ചും വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇനി കേശപാശാഃ കേശപാശാഃ ഉല്ലാസി ചില്ലി യുഗളം, ഉല്ലാസി ചില്ലി യുഗളം രാത്രി ദിവസൗ, രാത്രി ദിവസൗ. ഇനി അടുത്ത നമുക്ക് മീനിങ് നോക്കാം. പ്രപഞ്ചത്തിന് കാരണഭൂതൻ വിശ്വകന്ദൻ എന്ന് പറഞ്ഞാൽ, കന്ദം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയെങ്കിലും വിത്തിനെയാണ് പറയുന്നത്. ഇവിടെ വിത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ നിന്നാണ് അടുത്ത റിപ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലേ. വിശ്വകന്ദൻ എന്ന് പറഞ്ഞാൽ, കന്ദം എന്ന് പറഞ്ഞാൽ കിഴങ്ങ് എന്ന് അർത്ഥമുണ്ട്. ഉരുളക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ നമുക്കറിയാമല്ലോ, അത് നട്ടിട്ടല്ലേ നമ്മൾ മുളയ്ക്കുന്നത്. ഉരുളക്കിഴങ്ങ്, കപ്പക്കിഴങ്ങ്, മരച്ചീനിക്കിഴങ്ങ് അങ്ങനെ പറയില്ലേ. അപ്പോൾ ആ ചിലതിൻ്റെയൊക്കെ വിത്തിൽ നിന്നാണ് മുളയ്ക്കുന്നത് അല്ലേ. മരച്ചീനിയൊക്കെ കമ്പ് നട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ വിശ്വകന്ദൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതൻ, അതുപോലെ തന്നെ നിയന്ത്രിക്കുന്നവൻ, അതാണ് ഹേ വിശ്വകന്ദ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അല്ലയോ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നവനും ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതനുമായ ഭഗവാനെ ഈശ്വര എന്നാണ് വിളിച്ചിരിക്കുന്നത്. ത്വത് ബ്രഹ്മരന്ധ്രപദം, ത്വത് അവിടുത്തെ ബ്രഹ്മരന്ധ്രം നമ്മൾ പഠിച്ചു ഇല്ലേ. ഇങ്ങനെ ആ കുണ്ടലിനി ശക്തിയെ ഉജ്ജീവിപ്പിച്ച് ഇങ്ങനെ 6 ഷഡാശ്രയൈഹി പഠിച്ചു കാണുന്നുണ്ട്. ആ ഷഡ്ചക്രത്തിൽ കൂടെ ഇങ്ങനെ കടന്ന് പോയി അവസാനം എവിടെ ചേരും, സുഷുമ്ന നാഡിയിൽ കൂടി ഇങ്ങനെ പോയിട്ട് സഹസ്രാരപത്മത്തിന് മുകളിലുള്ള ബ്രഹ്മരന്ധ്രത്തിൽ കൂടിയല്ലേ അത് മോക്ഷം പ്രാപിച്ച് പുറത്തേക്ക് പോയത്.
ബ്രഹ്മരന്ധ്രത്തെ പൊട്ടിച്ചാലേ പഠിച്ചു മറന്നു കാണില്ലല്ലോ. അപ്പോൾ ആ ബ്രഹ്മരന്ധ്രം തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ത്വത് ബ്രഹ്മരന്ധ്രപദം, ഭഗവാനെ അവിടുത്തെ സുഷുമ്ന അഗ്രഭാഗം, അതായത് ആ സുഷുമ്ന നാടി ചെന്ന് അവസാനിക്കുന്നിടമാണ് ബ്രഹ്മരന്ധ്രപദം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നെറുകയിൽ അവിടെ വളരെ സോഫ്റ്റായിട്ട്, അത് കൊച്ചു കുട്ടികൾ, അതായത് ന്യൂ ബോൺ ബേബീസിൻ്റെയൊക്കെ ആ നെറുകയിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ പതുക്കെ സ്പന്ദിക്കുന്നത് കാണാം നമുക്ക്, അല്ലേ? പിന്നെ അനങ്ങുന്ന കാണാൻ പാടില്ല. അത് വേറെ നമുക്കൊക്കെ മുടിയുള്ളത് കൊണ്ട് നമ്മുടെ സ്കൾ കുറച്ചും കൂടെ അതിങ്ങനെ വലുതായി നമുക്കൊന്നും ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു ദ്വാരമോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് പാർട്ട് ഇല്ല. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെയാണത്. അവിടെ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ അനങ്ങുന്ന പോലെ അനങ്ങുന്ന കാണാം നമുക്ക്, അല്ലേ? സ്പന്ദിക്കുന്നത് കാണാൻ പാടില്ലേ? അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അതാണ് രന്ധ്രപദം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഭാഗം കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ബ്രഹ്മരന്ധ്രപദം, അതിന് പറഞ്ഞിരിക്കുന്നത് ദ്വാദശാര സ്ഥാനം എന്നാണ്. എന്തായാലും സഹസ്രാര പത്മത്തിൻ്റെ മുകളിലുള്ള ആ ബ്രഹ്മരന്ധ്രപദം എന്നറിയപ്പെടുന്ന ഭാഗം, അത് സുഷുമ്നാ നാഡിയുടെ അഗ്രഭാഗമാണ്. അവിടം ഛന്ദാംസി എന്ന് പറഞ്ഞാൽ വേദങ്ങളാകുന്നു, അസിയാകുന്നു, ഛന്ദസ്സുകളാകുന്നു എന്നാണ്. അല്ലയോ കേശവ, അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, ഹേ കേശവ തവ കേശവാശാഹ. കേശവ, ഈ കേശവന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കേശവൻ ഈ വാക്കിന് കഹ കേശവൻ, ഇഹി ഈശഹ രുദ്രൻ, അഹ വിഷ്ണു. അങ്ങനെ കേശവൻ എന്ന വാക്കിൽ വിഷ്ണുവും ഈശൻ രുദ്രനും ബ്രഹ്മാവും ഉണ്ട്. കശ്ച എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, അശ്ച എന്ന് പറഞ്ഞാൽ വിഷ്ണു. അതുപോലെ തന്നെ ഈശശ്ച എന്നാണ് പറയുക, ഈശശ്ച രുദ്രൻ, അഹ ഇഹി കഹ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന ആ ത്രിമൂർത്തികളെ വശത്താക്കി വെച്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കിയവൻ എന്നൊരർത്ഥമാണ് കേശവൻ. ഇവിടെ നശിക്കാത്തത് കേശവൻ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ എല്ലാം നശിച്ചു പോകും. പ്രളയകാലത്ത് എല്ലാം നശിച്ചു പോയി, അങ്ങനെയല്ലേ? ഇവിടെ നശിച്ചു എന്ന് പറയാൻ പാടില്ല, ഭഗവാനിൽ വിലയം പ്രാപിച്ചു. അപ്പോൾ ഇവിടെ ഹേ കേശവ എന്ന് വിളിച്ചിരിക്കുകയാണ്. പിന്നെ വേറൊരു മീനിങ് പറഞ്ഞിരിക്കുന്നത് കേശവൻ, ബ്രഹ്മവിഷ്ണു രുദ്രന്മാർ വശത്തിലുള്ളവൻ, നല്ല കേശങ്ങളുള്ളവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കേശം, തലമുടി, അതായത് നല്ല മനോഹരമായ മുടിയുള്ളവൻ എന്ന്. നമുക്കറിയാം ഉണ്ണിക്കണ്ണൻ്റെ മുടി മുതൽ നമ്മൾ കാണുന്നതാണ്, നല്ല ഭംഗിയുള്ള ചില്ലി ആണ്, അല്ലേ? അപ്പോൾ ആ നല്ല ഭംഗിയുള്ള മുടിയുള്ളവനോ അല്ലെങ്കിൽ ത്രിമൂർത്തികളെ വശത്താക്കി വെച്ചവനോ എന്തായാലും നാശമില്ലാത്തവൻ, ച്യുതിയില്ലാത്തവനൊക്കെയാണ് കേശവൻ. ഇവിടെ ഹേ കേശവ എന്ന് വിളിച്ചിരിക്കുകയാണ്. നെന്തിരുവടിയുടെ വിശേഷപ്പെട്ട തലമുടി, അതായത് വിശേഷപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇവിടെ മനോഹരങ്ങളായ തലമുടി എന്ന് തന്നെ നമുക്ക് പറയാം. മേഘങ്ങളാകുന്നു, മേഘങ്ങളെ എന്തിനു പേര്? മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വിരാട് സ്വരൂപത്തിൻ്റെ തലമുടിയായിട്ടിരിക്കുന്ന എന്താണ്? മേഘങ്ങളാണ്. നമുക്ക് നോക്കുമ്പോൾ കാണാം. അപ്പോൾ ശിരസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യലോകമാണ്, അവിടെ ത്രിമൂർത്തികൾ വസിക്കുന്നുണ്ട്. സത്യലോകം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകമാണ്. അത് കഴിഞ്ഞ് അതിന് തൊട്ട് ആ നെറുകയിൽ ആ സുഷുമ്ന നാഡിയുടെ അഗ്രഭാഗത്ത് ആരാണുള്ളത്? വേദങ്ങളിരിക്കുകയാണ്. അവിടെ നമുക്ക് കാണാം ആ വിരാട് പുരുഷൻ്റെ ആ ബ്രഹ്മാണ്ഡ രൂപത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വേദങ്ങൾ ഇരിക്കുകയാണ്, സഹസ്രാരപത്മത്തിൻ്റെ തൊട്ട് മുകൾ ഭാഗത്ത്. ഇനി അവിടുത്തെ മുടികൾ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് എന്താണ്? എല്ലാവരും നോക്കുക, ആയിരക്കണക്കിന് കൈകളും ശിരസ്സുകളും ഉള്ള ആ വിരാട് പുരുഷൻ്റെ തലമുടിയായിട്ടിരിക്കുന്ന മേഘങ്ങളാണ്. നല്ല കറുത്തിരുണ്ട് ഭംഗിയുള്ള മുടികളായിട്ട് മേഘങ്ങളിരിക്കുന്നു. ഇനി ഉല്ലാസിച്ചില്ലിയുകളം ഖനാസ്തവ കേശപാശ. ഖനം മേഘമാണ്, തവ കേശപാശം, അവിടുത്തെ കേശപാശങ്ങൾ ഖനം മേഘം. ഇനി അടുത്തത് ഉല്ലാസിജില്ലിയുകളം. ഉല്ലാസി എന്ന് പറഞ്ഞാൽ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ സന്തോഷിച്ചിരിക്കുന്നത്. ഉല്ലാസിജില്ലിയുകളം പുരികക്കൊടികളാണ്. ചില്ലിയുകളം, യുഗളം 2. ദ്രുഹിണസ്യ ഗേഹം, ബ്രഹ്മാവിൻ്റെ ആവാസസ്ഥാനം. ദ്രുഹിണൻ്റെ, ദ്രുഹിണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ദ്രുഹിണസ്യ ഗേഹം, ഗേഹം ഭവനം, വീട്, ആലയം. ദ്രുഹിണൻ്റെ, അതായത് അത് ആ 2 പുരികക്കൊടികളും. ഉല്ലാസിജില്ലിയുകളം എന്നാ പറഞ്ഞാൽ ഉല്ലസിച്ചുകൊണ്ടിരിക്കും, അത് അനങ്ങാതിരിക്കുകയല്ല, എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അതായത് ബ്രഹ്മാവിൻ്റെ ജോലി എന്താണ്? സൃഷ്ടിയാണ്. ആ പുരികക്കൊടികൾ അനങ്ങുമ്പോൾ
ഇവിടെ സൃഷ്ടി നടക്കുന്നു എന്നർത്ഥം. ആ ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനമാണ് ആ പുരികക്കൊടികൾ. ആ പുരികക്കൊടികൾ എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ഉല്ലസിച്ച് ആനന്ദിച്ചിരിക്കുകയാണ്. അപ്പോൾ പതുക്കെ പുരികക്കൊടികൾ അനങ്ങുമ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. നമുക്ക് നോക്കാം മുകളിൽ നിന്ന്. ആ ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ വേദങ്ങളാകുന്നു. ഛന്ദാംസി കേശവ. ഇനി ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ഛന്ദാംസി കേശവ ഖനാസ്തവ കേശവാശ. ഇനി അവിടുത്തെ കേശപാശങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മേഘങ്ങളാണ്. ചില്ലിയുഗളങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിൻ്റെ ആവാസസ്ഥാനമാണ്. ദ്രുഹിണസ്യ ഗേഹം. ദ്രുഹിണൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ വീട്, ബ്രഹ്മാവിൻ്റെ ആവാസസ്ഥാനം. പക്ഷ്മാണി രാത്രി ദിവസവും സവിതാ ച നേത്രേ. പക്ഷ്മാണി രാത്രി ദിവസവും. ഇനി രാത്രി ദിവസവും എന്ന് പറഞ്ഞാൽ രാത്രിയും ദിവസവും, രാത്രികളും ദിവസങ്ങളും എന്താണ്? പക്ഷ്മാണി. പക്ഷ്മാണി എന്ന് പറഞ്ഞാൽ ഇവിടെ കൺപോളകളെന്നും കൺപീലികളെന്നും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കൺപീലികളായാലും നിങ്ങളത് മനസ്സിലാക്കുക. കണ്ണിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ പീലികളാണോ കൺപോളകളാണോ എന്ന് അത് കൃത്യമായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നത് കൺപോളകൾ എന്നാണ്. പക്ഷെ ഞാൻ വേറൊരു ബുക്കിൽ വായിച്ചത് കൺപീലികളാണ്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, കൺപോളകളാണെങ്കിലും കൺപീലികളാണെങ്കിലും. പക്ഷ്മാണി രാത്രി ദിവസവും സവിതാജ. അപ്പോൾ കൺപീലികളോ കൺപോളകളോ ആവട്ടെ, കൺപോളകളിൽ നിന്ന് നമുക്ക് ഫോളോ ചെയ്യാം. നമ്മൾ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത് തന്നെ, അതായത് കൺപോളകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് രാത്രിയും ദിവസവുമാണ്. നോക്കുക, വേദങ്ങൾ ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ഛന്ദാംസി. വേദങ്ങൾ, ബ്രഹ്മരന്ധ്രപദം, മേഘങ്ങൾ അവിടുത്തെ തലമുടി, ഉല്ലാസിജില്ലിയുകളം ആ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പുരികക്കൊടികൾ, ബ്രഹ്മാവിൻ്റെ ആവാസസ്ഥാനം. അതുപോലെ പക്ഷ്മാണി രാത്രികളും ദിവസങ്ങളും എന്താണ്? കൺപോളകളാണ് അല്ലേ? കൺപോളകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോഴാണ് രാത്രിയും ദിവസവും ഉണ്ടാകുന്നത്. സവിതാ ച നേത്രേ. സവിതാവ്. സവിതാവ് ആരാണ്? സവിതാവ് സൂര്യദേവനാണ്. ച നേത്രേ നേത്രങ്ങളും ആകുന്നു. സൂര്യൻ നേത്രങ്ങളുമാകുന്നു. ഇത്രയുമാണ് ഈ 4ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്നും വിചാരിക്കുന്നു. ഇനി ഇവിടെ 5ാമത്തെ ശ്ലോകം കൂടെ പറയാൻ നോക്കാം. 5ാമത്തെ ശ്ലോകത്തിൽ നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്വീകളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവന്നധരോത്തരോഷ്ഠൗ താരാഗണശ്ച ദശനാഃ ശമനശ്ച ദംഷ്ട്ര. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷഃ കർണൗ ദിശോശ്വീകളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവന്നധരോത്തരോഷ്ഠൗ താരാഗണാശ്ച ദശനാഃ ശമനശ്ച ദംഷ്ട്ര. ഇവിടെ ഹേ ഭഗവൻ വാക്കുകൾ നമുക്ക് നോക്കാം. നിശേഷ വിശ്വരചന ച കടാക്ഷമോക്ഷഃ കർണൗ ദിശാഃ അശ്വീകളം തവ നാസികേഃ ദ്വേ ലോഭത്രപേ ച ഭഗവൻ അധരോത്തരോഷ്ഠൗ താരാഗണാഃ ച ദശനാഃ ശമനഃ ച ദംഷ്ട്ര. ഇവിടെ കർണൗ ദിശോശ്വയുഗളം എന്ന് പറഞ്ഞാൽ ദിശഃ അശ്വി യുഗളം, അശ്വയുഗളം. ഇനി നിശേഷ വിശ്വരചന. നിശേഷ വിശ്വരചന. കടാക്ഷ മോക്ഷഃ അധര ഉത്തര ഓഷ്ഠൗ അധരോത്തരോഷ്ഠൗ. ഇനി ലോഭത്രപേ ലോഭത്രപേ താരാഗണാഃ താരാഗണാഃ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ എന്ന് വിളിക്കുകയാണ് മേൽപ്പത്തൂര്. നിന്തിരിവടിയുടെ ലീലാകടാക്ഷങ്ങൾ മുഴുവൻ, അതായത് നിശേഷ വിശ്വരചന, അവിടെ നിന്ന് നോക്കുമ്പോഴാണ് വിശ്വരചന നടക്കുന്നത്, അതായത് സൃഷ്ടി നടക്കുന്നത്. കടാക്ഷങ്ങൾ മുഴുവൻ, ലോകത്തിൻ്റെ സൃഷ്ടിക്രിയ. അവിടെ നിന്ന് പതുക്കെ കണ്ണൊന്ന് നനയ്ക്കാൻ മതി. കടാക്ഷമോക്ഷ, ആ കടാക്ഷത്തെ കടാക്ഷത്തിന് മോക്ഷം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പതുക്കെ ഒന്ന് നോക്കുന്നു, ആ നോട്ടത്തിനെ അയക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് നോക്കുമ്പോൾ എന്ന് നടക്കും? സൃഷ്ടി നടക്കും അല്ലേ? കടാക്ഷങ്ങൾ മുഴുവൻ ലോകത്തിൻ്റെ സൃഷ്ടിക്രിയകളാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്.
കർണൗ ദിശഃ. ഇനി അവിടുത്തെ കർണങ്ങൾ, കർണൗ എന്ന് പറഞ്ഞാൽ കർണങ്ങളാണ്. രണ്ട് കർണങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് ചെവികൾ. ചെവികളെ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക, ദിക്കുകൾ. ദിശ ദിക്കുകളാണ്. കർണൗ ദിശഃ. ദ്വേ നാസികേ എന്ന് പറഞ്ഞാൽ രണ്ട് നാസികകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നമുക്കൊരു മൂക്കേ ഉള്ളൂ, അപ്പോൾ രണ്ട് നാസികകളല്ല, നാസാദ്വാരങ്ങളാണ് കേട്ടോ. രണ്ട് നാസാദ്വാരങ്ങൾ. അശ്വിയുഗളം, യുഗളം രണ്ടാണ്. അശ്വിയുഗളം അവിടെയുണ്ട് രണ്ട്. അശ്വിനി ദേവന്മാരാണ്. ആ അശ്വിനി ദേവന്മാരാണ് അവിടുത്തെ രണ്ട് നാസാദ്വാരങ്ങളായിട്ട് ഇരിക്കുന്നത്. അശ്വിനി ദേവന്മാർ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, അവിടുന്ന് കൺപോളകളിൽ ആരായിരിക്കുന്നത്, രാത്രിയും പകലും ഇരിക്കുന്നു. അതുപോലെ തന്നെ കണ്ണുകൾ എന്ന് പറയുന്നത് സൂര്യനാകുന്നു. അപ്പോൾ സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ രാത്രി വരും, അതുപോലെ സൂര്യൻ ഉദിക്കുമ്പോൾ പകൽ വരും ഇല്ലേ, കണ്ണ് തുറന്നിരിക്കും. അതുപോലെ തന്നെ അവിടെ നിന്ന് താഴോട്ട് വന്നു, വീണ്ടും അവിടെ നിന്ന് കണ്ണ് തുറന്ന് പതുക്കെ ഒരു കടാക്ഷം അയക്കുകയാണ്. ആ കടാക്ഷം അയക്കുമ്പോഴേക്കും എന്ത് നടക്കും, ലോകത്തുള്ള സൃഷ്ടി, നിശേഷ വിശ്വരചന, വിശ്വത്തിൻ്റെ സൃഷ്ടി നടക്കും. എല്ലാ സൃഷ്ടികളും നടക്കുന്ന അവിടുത്തെ കടാക്ഷം കൊണ്ടാണ്. അതുപോലെ തവ നാസിക കർണൗ ദിശോശ്വിയുഗളം, അശ്വിയുഗളം, അശ്വിനി ദേവന്മാർ അവിടുത്തെ ചെവി, അവിടുത്തെ ചെവികൾ ദിശകളും, അശ്വിനി ദേവന്മാർ അവിടുത്തെ രണ്ട് നാസാദ്വാരങ്ങളുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. മേലും ഇനി അധരോത്തരോഷ്ഠോ. അധരോത്തരോഷ്ഠോ എന്ന് പറഞ്ഞാൽ ഉത്തര ഓഷ്ടവും അധരം, കീഴ്ചുണ്ടും മേൽചുണ്ടുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ മേൽചുണ്ടും കീഴ്ചുണ്ടും. ലോഭ ത്രപേ, ലോഭവും ത്രപ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. ലോഭവും ലജ്ജയുമായിട്ട് അറിയപ്പെടുന്നു അവിടുത്തെ മേൽചുണ്ടും കീഴ്ചുണ്ടും. ഇനി ദശനാഹ താരാഗണാഹ ച. ദശനം എന്നുദ്ദേശിച്ചിരിക്കുന്നത് പല്ലുകളെയാണ്. പല്ലുകളെ, ആ പല്ലുകളിങ്ങനെ നമ്മൾ നോക്കുക, നമ്മളെപ്പോലുള്ള രൂപമല്ല, ബ്രഹ്മാണ്ടം നിറഞ്ഞു നിൽക്കുകയാണ് 14 ലോകവും. അപ്പോൾ ആ പല്ലുകളെ നക്ഷത്രജാലങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നക്ഷത്രങ്ങളിങ്ങനെ രാത്രിയിൽ പ്രകാശിക്കുന്നത് പോലെ മനോഹരമായ പല്ലുകളാണ്. പല്ലുകളെ നമുക്ക് കാണാം. രാത്രിയിൽ തിളങ്ങുന്ന, ആകാശത്തേക്ക് നോക്കുമ്പോൾ തിളങ്ങുന്ന നക്ഷത്രങ്ങളെല്ലാം അവിടുത്തെ ആ വിരാട് പുരുഷൻ്റെ പല്ലുകളാണ്. അപ്പോൾ ദംഷ്ട്ര യമനുമാകുന്നു. ദംഷ്ട്ര എപ്പോഴും കാണാൻ പറ്റത്തില്ലല്ലോ, പറ്റുമോ? ആ ദംഷ്ട്ര എന്ന് പറഞ്ഞിരുന്ന കനൈൻസാണ്, ഉളിപ്പല്ലുകളെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ വളഞ്ഞു നിൽക്കുന്നതിനെയാണ് ദംഷ്ട്രകൾ എന്ന് പറയുന്നത്. ഞാൻ മുൻപ് ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, നമുക്ക് ദംഷ്ട്രകളില്ല. പക്ഷെ വിരാട് പുരുഷനാണെങ്കിലും നമുക്ക് വളരെ സൗമ്യമായ ആ രൂപമാണ്, നമ്മുടെ മുഖമൊക്കെയാണ് നമ്മൾ അങ്ങനെ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ ദംഷ്ട്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ഉളിപ്പല്ലുകളാണ് വളഞ്ഞു നിൽക്കുന്ന ദംഷ്ട്രകൾ എന്ന് പറയുന്നത്. അത് യമനാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദമൻ, ശമനൻ എന്ന് പറഞ്ഞാൽ യമനാണ്, യമദേവനാണ്, കാലനാണ്. അപ്പോൾ നോക്കുക, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ലീല കടാക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു നോട്ടം കൊണ്ട് പതുക്കെ ഒന്ന് കണ്ണ് അനക്കുന്ന ആ കടാക്ഷം കൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ സൃഷ്ടി പ്രക്രിയയും നടക്കുന്നു. അവിടുത്തെ ചെവികൾ ദിക്കുകളാകുന്നു. അതുപോലെ അവിടുത്തെ നാസാദ്വാരങ്ങൾ അശ്വിനി ദേവന്മാരാകുന്നു. മേലും കീഴുമുള്ള ചുണ്ടുകൾ യഥാക്രമം എന്ന് പറഞ്ഞാൽ മേൽചുണ്ട് ലോഭവും കീഴ്ചുണ്ട് ലജ്ജയുമാകുന്നു. പല്ലുകൾ നക്ഷത്ര ജാലങ്ങൾ, അതായത് മിന്നി മിന്നി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാണ് അവിടുത്തെ പല്ലുകൾ. ദംഷ്ട്ര എന്ന് പറയുന്നത് യമദേവനാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും ഈ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പാടി നോക്കുക ഒന്നുകൂടെ. ഈ 3 ശ്ലോകങ്ങളും ഒന്നുകൂടെ വായിക്കാം. ഗ്രീവാമഹസ്തവ മുഖഞ്ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപ്യന്യേ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശാഃ ഉല്ലാസിജില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസോ സവിതാ ച നേത്രേ നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോശിവികളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവന്നധരോത്തരോഷ്ഠൗ താരാഗണാശ്ച ദശനാഃ ശമനശ്ച ദംഷ്ട്രാ. ഇത്രയും ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മൾ 3, 4, 5 ശ്ലോകങ്ങളുടെ സാരാംശം അറിഞ്ഞു.
എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും. അവനവൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. പിന്നെ വേറൊന്നുമില്ല, നമുക്കിവിടെ കൊണ്ട് നിർത്താം ഈ വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോയിൽ പറയാം. 6, 7, 8, 9, 10 അത് 2 വീഡിയോയിലായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ശുഭദിനം, നല്ല ദിവസം.